ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ആവേശം 27-ാം ദിനവും 1 കോടിക്കും മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്നു. 714ഓളം ഷോകൾ ഇന്നലെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 48,000-ന് മുകളിലുള്ള ജനങ്ങളാണ് ഈ സിനിമ കണ്ടത്. ഇന്നലെയും ഒക്യുപ്പൻസി 25%-നടുത്ത്. എന്താണേലും സിനിമ ട്രാക്കേഴ്സ് മുഖാന്തരം ലഭ്യമായത് 74 ലക്ഷം രൂപയാണ് നേടിയതെന്നുള്ളത്. അതായത് ഇന്നലെയും 1 കോടിക്ക് മുകളിലാണ് ഫൈനൽ ഗ്രോസ് വന്നിരിക്കുന്നത്. ഒരു ദിവസം പോലും സിനിമയ്ക്ക് 1 കോടിയിൽ താഴെ ഇല്ല എന്നുള്ളതാണ്. 25 ദിവസം വരെ നമുക്ക് കാണാൻ കഴിഞ്ഞു 1.5 കോടിക്ക് താഴെ ഇല്ലെങ്കിൽ. അതിനുശേഷം നമുക്കറിയാം ഒരു ഇടിവുണ്ടായി. പക്ഷേ ഓരോ ശനിയും ഞായറും നമ്മൾ നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെയാണ് സിനിമയ്ക്ക് വരുന്നത്. അതായത് 2 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷനാണ് ശനി ഞായർ ദിനങ്ങളിൽ സിനിമയ്ക്ക് വരുന്നത്. പ്രത്യേകിച്ച് അവധി ദിനങ്ങൾ കൂടിയാണെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യങ്ങളില്ല എന്നുള്ളതാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമായിട്ട് സിനിമ ലഭ്യമായി കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് 61.80 ലക്ഷം രൂപയാണ്. അതായത് കേരള ട്രാക്ക്ഡ് കളക്ഷനാണ് ഈ പറഞ്ഞതെങ്കിൽ കേരള ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 73 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 150 കോടി കഴിഞ്ഞ ദിവസം എത്തി. 155 കോടിയിലേക്ക് സിനിമ കുതിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ശനി ഞായർ കൂടെ കഴിയുമ്പോൾ സിനിമ 160 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. എന്തായാലും രംഗണ്ണൻ്റെ വരവ് ഒരു ഒന്നൊന്നര വരവ് തന്നെയാണ്. ജിത്തു മാധവ് എന്ന ഡയറക്ടർ ഒരു പ്രോമിസിങ് ഡയറക്ടറായി മാറുകയാണ്. വലിയ ഹൈപ്പോ കൊട്ടിഘോഷങ്ങളോ ഒന്നുമില്ലാതെ വന്ന ആവേശം, എന്തിന് ഒരു പ്രൊമോഷൻ പോലും നേരെ ചൊവ്വയില്ലാത്ത സിനിമ ഇന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ലോകമെമ്പാടും, കേരളത്തിൽ മാത്രമല്ല അതാണ് ലോകമെമ്പാടും അന്യദേശങ്ങളിൽ വിദേശങ്ങളിൽ എല്ലായിടത്തും ഒരേ സ്വരത്തിൽ ആളുകൾ പറയുന്നു ഒരിക്കൽ കൂടെ കാണണം എന്ന് തോന്നുന്ന സിനിമ എന്ന്. ഫഹദിൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും ആകർഷണം അല്ലെങ്കിൽ മുഖ്യമായ ആകർഷണമായ ഘടകവും. എന്തായാലും സിനിമ 200 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലേക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.